ഈയൊരു സഭയിൽ തത്വരൂപാനന്ദ സരസ്വതി സ്വാമികളാണ് നമ്മുടെ കൂടെയുള്ളത്. വളരെ വർഷങ്ങളായിട്ട്, ഒരുപക്ഷെ അന്തര്യോഗത്തിൻ്റെ ഏകദേശം ആരംഭകാലം മുതൽ തന്നെ സ്വാമിജി ഇവിടെ വരാറുണ്ട്. സന്യാസ ദീക്ഷയ്ക്ക് മുമ്പും പിമ്പും ഒക്കെ. പരമപൂജ്യ ദയാനന്ദ സരസ്വതി സ്വാമികളുടെ ശിഷ്യനാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പിൽ വ്യാപകമായിട്ട് വേദാന്ത ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് സ്വാമിജി. കേരളത്തിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും 2 കേന്ദ്രങ്ങളാണുള്ളത്. എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ്. സ്വാമിജിയെ സ്വാഗതം ചെയ്യൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു. सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्. श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं. शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तः पुनः पुनः. ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः. गुकारस्त्वन्द्वकारो वै ऋकारस्तन्निवर्तकः अन्धकारनिरोधित्वात् गुरुरित्यभिधीयते. ॐ श्री गुरुभ्यो नमः. हरिः ॐ. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ വിചാരം ചെയ്യാൻ പോകുന്ന ശ്ലോകം 6-ാം അധ്യായത്തിലെ 10, 11, 12 ഈ 3 ശ്ലോകങ്ങളാണ്. ഈ 6-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇവിടെ ധ്യാനയോഗമാണ് വിഷയം. ധ്യാനമാണ് വിഷയം. കഴിഞ്ഞ സെക്ഷനിൽ സ്വാമിജി വളരെ വിശദമായിട്ട് പറഞ്ഞു എന്താണ് ധ്യാനം. അപ്പോൾ ഈ ഒരു ശ്ലോകത്തെ അധികരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 10-ാമത്തെ ശ്ലോകത്തിൽ യോഗി യുഞ്ചീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീ യതചിത്താത്മാ നിരാശീ അപരിഗ്രഹഃ. യോഗി എന്ന് പറഞ്ഞവിടെ ധ്യായി, ധ്യാനയോഗം പരിശീലിക്കുന്ന ഒരു സാധകൻ. പ്രത്യേകിച്ചും വേദാന്തമെല്ലാം നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞാൽ ശ്രവണം മുഖ്യമാണ്. ശ്രവണത്തെ തുടർന്ന് മനന നിധിധ്യാസനങ്ങൾ. സംസ്കൃതത്തിൽ 2 പദങ്ങളുണ്ട്. ഒന്ന് ഉപാസന, മറ്റൊന്ന്
ധ്യാനം അല്ലെങ്കിൽ നിധിധ്യാസനം, ഉപാസന. ധ്യാനത്തെ മുഖ്യമായിട്ട് നമ്മൾ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു, ഉപാസന ആൻഡ് നിധിധ്യാസനം എന്നത്. ഉപാസന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനായിട്ട് നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഈശ്വരീയ സ്വരൂപത്തെ നമ്മൾ തിരഞ്ഞെടുത്ത് ദിവസവും ഒരു കൃത്യസമയത്ത് നിശ്ചിതമായിട്ട് സ്ഥലത്തിരുന്ന് ആ ഒരു സാധന ചെയ്യുന്ന ഒരു പ്രക്രിയ നമുക്ക് ഉപാസന എന്ന് പറയാം. ഉപാസന, അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഈശ്വരൻ്റെ അടുത്തിരിക്കാനായിട്ട് പറ്റുക? ആർക്കെങ്കിലും അറിയോ? ഈശ്വരൻ്റെ അടുത്ത് എങ്ങനെ ഇരിക്കുക? ഈശ്വരൻ എല്ലാവിടെയും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്. ഈശ്വരൻ അല്ലാതെ ഇവിടെ ഒന്നും തന്നെയില്ല. ഈശാവാസ്യം ഇതകും സർവം. ഈശ്വരനാണ് ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഈശ്വരനിൽ നിന്ന് നമുക്കൊരിക്കലും അകന്നു നിൽക്കാനായിട്ട് സാധ്യമല്ല. ഇനി അഥവാ ഞാൻ ഈശ്വരനിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ഈശ്വരനെ കുറിച്ചുള്ള അറിവില്ല, അജ്ഞാനമാണ് നമ്മെ ഈശ്വരനിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു വസ്തു. ഇനി അജ്ഞാനമുണ്ടെങ്കിൽ ഈ അജ്ഞാനത്തെ നീക്കാനായിട്ട് എന്താ വഴി എന്ന് ചോദിച്ചാൽ ഒരേ ഒരു മാർഗം, അറിവില്ല എങ്കിൽ അറിവ് നേടുകയാണ് ഒരേ ഒരു മാർഗം, അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല. ഇനി ഈ അറിവ് നേടിക്കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ചും നമ്മൾ ആധ്യാത്മിക ജീവിതം അല്ലെങ്കിൽ ആധ്യാത്മികതയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇവിടെ അറിയപ്പെടേണ്ട വസ്തു ഞാൻ തന്നെയാണ്. എന്നിൽ നിന്ന് ഭിന്നമായിട്ടല്ല, ആത്മ അജ്ഞാനമാണ് നമ്മളുടെ രോഗം. ഈ ആത്മ അജ്ഞാനമാകുന്ന രോഗത്തെ ഇല്ലാതാക്കണമെങ്കിൽ ആത്മജ്ഞാനം തന്നെയാണ് വേണ്ടത്. എന്നെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള അറിവാണ് വേണ്ടത്. ഈ അറിവ് നേടാനായിട്ട് എന്താ മാർഗം എന്ന് ചോദിച്ചാൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഗുരൂപസത്യം, ഗുരുവിനെ സമീപിക്കുക, നിരന്തരമായിട്ട് വേദാന്ത ശ്രവണം കേൾക്കുക, വേദാന്തത്തെ ശ്രവിക്കുക. പുസ്തകം പഠിച്ചത് കൊണ്ട് നമുക്ക് ഈ അറിവ് ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ഒരു ഗുരുവിൽ നിന്ന്, അനുഭവസ്ഥനായിരിക്കുന്ന ഒരു ഗുരുവിനെ സമീപിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ വേണ്ടതുപോലെ അവതരിപ്പിച്ച് അതിനുള്ളൊരു പരിഹാരം ആ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നു. ഇതിനെയാണ് നമ്മൾ ശ്രവണം, പ്രത്യേകിച്ചും ഉപനിഷത്ത് ശ്രവണമാണ് വേണ്ടത്. ഇങ്ങനെ ഉപനിഷത്തെല്ലാം ശ്രവിച്ച് വേണ്ടതുപോലെ ശാസ്ത്രജ്ഞാനം ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തി തുടർന്ന് ഈ അറിവിനെ നമ്മുടേതാക്കി മാറ്റാനുള്ള ഒരു പ്രക്രിയയാണ് നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ. നിധിധ്യാസനത്തിന് എന്താണ് നമ്മൾ എന്തിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്നെ തന്നെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. ഇവിടെ ഈശ്വരൻ, ജഗത്ത്, ജീവൻ എന്നുള്ള ഈ മൂന്നുണ്ട്. ജീവനായിരിക്കുന്ന ഞാൻ അനുഭവിക്കുന്ന ഈ ജഗത്ത്, ഇതിനെ രണ്ടിനെയും സൃഷ്ടിച്ചു എന്ന് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന ഈശ്വരൻ. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള മൂന്ന് വിചാര ബിന്ദുക്കൾ. മനസ്സിലായില്ലേ? ജീവൻ, ജഗത്ത്, ഈശ്വരൻ. അപ്പോൾ ഈ മൂന്നും മൂന്നാണെന്നാണ് ഇപ്പോഴത്തെ നമ്മളുടെ ധാരണ. ശാസ്ത്രം പറയുന്നു ഇത് മൂന്നല്ല. വാസ്തവത്തിൽ ഇവിടെ ആ അദ്വൈതമായിരിക്കുന്ന ആ സത്യം മാത്രമേ ഉള്ളൂ. ആ അദ്വൈതമായിരിക്കുന്ന സത്യം പലതായിട്ട് നമുക്ക് തോന്നാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ മാണ്ഡുക്യകാരികയില് ഗൗഡപാദാചാര്യ പറയും നമ്മുടെ ചിത്തസ്പന്ദനമാണ് എന്ന്. മനസ്സിൻ്റെ സ്പന്ദനം. മനസ്സ് പല വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് മനസ്സ് പല വിഷയങ്ങളിലേക്ക് പോകാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഒരു ജീവൻ ചിന്തിക്കുകയാണ് ഞാൻ പൂർണ്ണനല്ല എന്ന് ചിന്തിക്കുന്നു. ഞാൻ പൂർണ്ണനല്ല എന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം പൂർണ്ണനാവാനുള്ള ഒരു വ്യഗ്രത നമുക്കെല്ലാവർക്കുമുണ്ട്. അതുകൊണ്ടാണ് ഓരോ വസ്തുക്കളെ സമ്പാദിക്കാനായിട്ട് നമ്മൾ സദാസമയം ജാഗരൂകരായിട്ടിരിക്കുന്നത്. ഓരോന്ന് ഇത് കിട്ടിയാൽ ഞാൻ പൂർണ്ണനാവും, ഇതും കൂടിയും കിട്ടിയാൽ പൂർണ്ണനാവും.
ഇങ്ങനെയുള്ള ധാരണയിൽ നമ്മൾ സദാസമയം വ്യവഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണനായിരിക്കുന്ന ഞാൻ പൂർണ്ണനല്ല എന്ന് ധരിച്ചിട്ട് പൂർണ്ണനാവാനായിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ സംസാരം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ സംസാരത്തെ ഇങ്ങനെ പറയാം, മനസ്സിലായി? ഞാൻ പൂർണ്ണനാണ്, ഞാൻ ധരിക്കുന്നു ഞാൻ പൂർണ്ണനല്ല എന്ന്. ആ പൂർണ്ണത്വത്തിന് വേണ്ടിയിട്ട് ഞാൻ നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കാം. ഇവിടെ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന യോഗി എന്ന് പറഞ്ഞാൽ ശ്രവണമെല്ലാം നല്ലതുപോലെ ചെയ്തിരിക്കുന്നു. ഇപ്പം 6-ാം അധ്യായമാണ്. 5 അധ്യായങ്ങളുടെ വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് ആത്മസ്വരൂപത്തെക്കുറിച്ചും ഈശ്വര സ്വരൂപത്തെക്കുറിച്ചും ജഗത് സ്വരൂപത്തെക്കുറിച്ചെല്ലാം വിവരിച്ചു. അതിനുശേഷം വീണ്ടും എനിക്ക് സത്യം വേണ്ടതുപോലെ എൻ്റെ മനസ്സിൽ ഉറച്ചിട്ടില്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒരു സ്ഥലത്ത് യോഗി യുഞ്ചീത സതതം. യുഞ്ചീത എന്ന് പറഞ്ഞ് പ്രയത്നം ചെയ്യുക. സതതം എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട്. നിരന്തരം എന്ന് എപ്പോഴൊക്കെ നമുക്ക് സമയമുണ്ടോ ആ സമയത്തെല്ലാം ഈ ഏകത്വത്തെ, ഇതുവരെ നമ്മൾ ശ്രവിച്ച ഈ കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലിങ്ങനെ കൊണ്ടുവരിക എന്ന്, അനുസന്ധാനം ചെയ്യുക. എപ്പോഴൊക്കെ നമുക്ക് സമയമുണ്ടോ അപ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. യുഞ്ചീതസം എങ്ങനെ ചെയ്യണം? ആത്മാനം രഹസ്യസ്ഥിത. രഹസ്യസ്ഥിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഹസ്യമായിട്ടുള്ള സ്ഥലത്ത്. രഹസ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അധികം ആൾക്കാരൊന്നുമില്ലാത്ത സ്ഥലത്ത്, പ്രാരംഭകാലത്ത്. മനസ്സിലായി? നമ്മുടെ യോഗം അല്ലെങ്കിൽ ധ്യാനം പരിശീലിക്കുന്ന അവസരത്തിൽ നമ്മൾ മാർക്കറ്റിൽ പോയി ധ്യാനം തുടങ്ങരുത്. മനസ്സിലായി? ഇനി വീട്ടിലാണെങ്കിലും അതിന് അനുയോജ്യമായിരിക്കുന്ന സമയം നമ്മൾ തിരഞ്ഞെടുക്കണം. എല്ലാവരും അതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കൈകാലുകളെല്ലാം കഴുകി നല്ലതുപോലെ ഒരു ആസനത്തിലിരുന്ന്, എങ്ങനെ ആസനത്തിലിരിക്കണം എന്നൊക്കെ ഇത് പറയാൻ പോകുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എനിക്ക് തന്നിരിക്കുന്ന വിഷയം മാത്രം ഞാൻ കൈകാര്യം ചെയ്യട്ടെ. അപ്പോൾ ഈ നല്ലതുപോലെ ഒരു സ്ഥലത്ത് സതതം രഹസ്യസ്ഥിത. ഇവിടെ രഹസ്യസ്ഥിത എന്നുള്ളതിന് ആചാര്യസ്വാമികൾ അർത്ഥം പറയുന്നത് സ്വാഭാവികമായിട്ട് ശുദ്ധമായിരിക്കുന്ന ഒരു സ്ഥലം. നദീതടങ്ങൾ, ഗിരികൾ, മലകളിൽ അല്ലെങ്കിൽ ഗുഹയിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള ശല്യങ്ങൾ കുറയും എന്നുള്ളത്. അതുകൊണ്ട് രഹസ്യസ്ഥിത. അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ താമസിക്കുന്നത് അവിടെ തന്നെ ഒരു സ്ഥലം നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നമ്മൾ നീക്കി വയ്ക്കുക. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം, ആ സ്ഥലത്ത് തന്നെ നിശ്ചിത സമയത്ത് നിശ്ചിതമായിരിക്കുന്ന ആ സ്ഥലത്ത് പോയി നമ്മൾ നിരന്തരമായിട്ട് ഒരു അഭ്യാസം പരിശീലിക്കുക. അങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാം ഉറങ്ങാനായിട്ടൊരു മുറിയുണ്ട്, ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇപ്പം ഭക്ഷണം അടുക്കളയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിചാരമെല്ലാം പാചകത്തെക്കുറിച്ചായിരിക്കും, അല്ലേ? ഉറങ്ങാനായിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിചാരമെല്ലാം ഉറക്കത്തെക്കുറിച്ചുള്ള വിചാരമായിരിക്കാം. ഇതുപോലെ നമ്മുടെ വീട്ടിലൊരു സ്ഥലം ധ്യാനിക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് പോകുമ്പോൾ ആ ഒരു വൃത്തിയായിരിക്കും നമ്മുടെ മനസ്സിൽ. ഇപ്പം നല്ല ആത്മാർത്ഥമായിട്ട് എനിക്ക് ആധ്യാത്മിക ജീവിതത്തിൽ ഒരു ഉയർച്ച വേണം, ഈ ഒരു വിഷയത്തിൽ എനിക്ക് കുറേയും കൂടി ഒരു നിഷ്ഠ വേണമെന്നെല്ലാം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ തനിക്ക് വേണ്ടി തന്നെ എൻ്റെ ഒരു ഉന്നമനത്തിന്, എൻ്റെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ മനസ്സിനെ ശാന്തമാക്കണം. എനിക്ക് രാഗദ്വേഷാദികളൊന്നും എന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തരുത്. അവയെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് സ്വയം വേണം എന്നൊക്കെ ചിന്തിച്ച് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന ഒരുവൻ ഇതുപോലുള്ള നിഷ്ഠകളെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ വേണം.
പലവരും പറയും, ഞാൻ കുറേ കാലമായിട്ട് ഗീത ശ്രവിക്കുന്നുണ്ട്, ഉപനിഷത്ത് ശ്രവിക്കുന്നുണ്ട്, ഉപനിഷത്ത് മന്ത്രങ്ങളെല്ലാം എനിക്ക് കാണാതെ അറിയാം, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, കുറേ സ്തോത്രങ്ങൾ, ഇത്രയെല്ലാം അറിഞ്ഞിട്ടും വീണ്ടും മനസ്സ് എപ്പോഴും ചഞ്ചലമായിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്താ ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചാൽ, നമ്മൾ കുറേ അറിയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു മന്ത്രം നമുക്ക് മനസ്സിനും ഹൃദയത്തിനും ചേർന്ന ഒരു മന്ത്രം എടുത്ത് നിരന്തരമായിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ ഉരുവിടുമ്പോൾ മനസ്സ് ഏകാഗ്രമാകും. ഏകാഗ്രമായിരിക്കുന്ന മനസ്സിലാണ് ശാന്തിയും സമാധാനവുമെല്ലാം വിളയാടുന്നത്. അപ്പോൾ യോഗീസ് യുഞ്ചീത സതതം ആത്മാനം രഹസ്യസ്ഥിത. നമ്മൾ നല്ലൊരു സ്ഥലത്തെ കണ്ടെത്തി അവിടെ നിരന്തരമായിട്ട് ധ്യാനിക്കുക. ഇനി ധ്യാനിക്കുമ്പോൾ എങ്ങനെ വേണമെന്ന് ചോദിക്കുമ്പോൾ, ഏകാഗീയത ചിത്താത്മാ നിരാശീ അപരിഗ്രഹ. ഏകാഗി, ഞാൻ ധ്യാനിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് കൂട്ടുകാരൊന്നും വിളിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മളുടെ പേഴ്സണലായിട്ടുള്ള, പൂർണ്ണമായിട്ടും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭാഗവതത്തിൽ പറയും, ഏക ഏവ ചരേയോഗി കുമാര്യ ഇവ കങ്കണഹ എന്ന്. യോഗിയാണെങ്കിൽ എങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ തനിച്ച് സഞ്ചരിക്കണമെന്ന്. അപ്പം ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എവിടേക്ക് പോകണമെന്ന് തോന്നിയാൽ അവിടേക്ക് എനിക്ക് പോകാം. 2 പേരുണ്ടെങ്കിൽ 2 പേരുടെയും അഭിപ്രായം നമ്മൾ എടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഏകാഗി അസഹായി എന്നാണ് ഏകാഗി എന്നുള്ളതിന് ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്ന അർത്ഥം. അസഹായി എന്ന് പറഞ്ഞാൽ, സഹായി എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നുള്ളൊരർത്ഥമുണ്ട് സഹായി. അസഹായി എന്ന് പറഞ്ഞാൽ മറ്റൊരാളെയും ആശ്രയിക്കുന്നില്ല, ഞാൻ തനിച്ച് ഒരു വിജനമായിട്ടുള്ള സ്ഥലത്ത് പോയി നല്ലൊരു ആസനം വേണ്ടതുപോലെ, ആസനം എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള ഇരിപ്പിടം വേണ്ടതുപോലെ സ്ഥാപിച്ച് അതിൽ ശരീരത്തെ നല്ല ശാന്തമാക്കി, മനസ്സിനെ ശാന്തമാക്കി, ശരീരം നല്ലതുപോലെ വിശ്രാന്തിയിലേക്ക് നയിച്ച് പൂർണ്ണമായിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിൽ മറ്റ് വിചാരങ്ങളൊന്നുമില്ലാതെ മനസ്സ് ശാന്തമായിരിക്കുന്ന ഒരവസ്ഥ. ഏകാഗി യഥചിത്താത്മ, മനസ്സിനെ നല്ലതുപോലെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഞാൻ നിയന്ത്രിക്കുന്നു, മറിച്ച് മനസ്സ് എന്നെ നിയന്ത്രിക്കുന്നില്ല എന്നത്. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വഴി എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായിരിക്കുന്ന അഭ്യാസം തന്നെ, വേറെ കുറുക്ക് വഴികളൊന്നുമില്ല. മനസ്സിലായി? ഇനി കുറുക്ക് വഴികളെല്ലാം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതെല്ലാം താൽക്കാലികമായിട്ട് മാത്രം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് എനിക്കൊരു മനസ്സുണ്ട്, ആ മനസ്സിനെ നിരന്തരമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. മനസ്സ് എങ്ങോട്ട് പോകുന്നു, മനസ്സിനെ അങ്ങോട്ട് പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ മനസ്സിൻ്റെ പിന്നാലെ പോകാൻ. അങ്ങനെ പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സ് നമ്മുടെ വരുതിയിൽ വരും. അല്ല, അവിടേക്ക് പോകുന്ന ഒരു ആഗ്രഹമുണ്ട്, ആഗ്രഹത്തെ നമ്മൾ നിഗ്രഹം എന്ന് പറഞ്ഞാൽ വധിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ള അർത്ഥത്തിലല്ല. നിഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല യുക്തിയാൽ നിയന്ത്രിച്ച് നമ്മുടെ വരുതിയിൽ നിർത്തുക. ഈ നിയന്ത്രിക്കാനായിട്ട് എന്താ സഹായിക്കുക എന്ന് ചോദിച്ചാൽ ശ്രവണം. മനസ്സിലായില്ല? നമ്മൾ ആത്മാവ് മാത്രമാണ് സത്യവസ്തു, അതിൽ നിന്ന് വ്യതിരിക്തമായിരിക്കുന്നതെല്ലാം അസത്യമാണ് എന്നുള്ള പൂർണ്ണമായിട്ട് നിരന്തരമായിട്ട് മനസ്സിനെയും ബുദ്ധിയെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഏകാകി യഥചിത്ത നിരാശീഹി. ആശ എന്ന് പറഞ്ഞ തൃഷ്ണ, വിഷയങ്ങളെ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം. ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും. ശബ്ദാതിഥി പഞ്ചപിരേവ പഞ്ചത്വമാപു സ്വഗുണേന ബദ്ധാഹ കുരങ്കമാതങ്കമതങ്കമീന ഭൃംഗാനര പഞ്ചപിരഞ്ചിതഖ്യം എന്ന് പറയും. നരൻ എന്ന് പറഞ്ഞ മനുഷ്യൻ 5 ഇന്ദ്രിയങ്ങളാലും വരിഞ്ഞ് മുറുക്കി കെട്ടിയിരിക്കുന്നതാണ് ഒരു മനുഷ്യൻ. മറ്റുള്ള മൃഗങ്ങളെല്ലാം ഓരോരോ ഇന്ദ്രിയങ്ങളുടെ വശത്തിൽ അവർ
മരണത്തെ പ്രാപിക്കുന്നു. മനുഷ്യനാണെങ്കിൽ 5 ഇന്ദ്രിയങ്ങളാലും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ വളരെ ജാഗ്രത നമ്മൾ പുലർത്തണം എന്നുള്ളത്. അതുകൊണ്ടാണ് നിരാശീഹി, തൃഷ്ണയില്ലാതെ, അപരിഗ്രഹ. പരിഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ കുട്ടികൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ അയൽവക്കാർ, എൻ്റെ രാജ്യം, ഇതൊക്കെ ആവശ്യമാണ് ഒരു നിലത്ത്. പക്ഷേ ധ്യാനിക്കുന്ന സമയത്ത് അല്പസമയം ഇതിനൊക്കെ ഒഴിവാക്കുക എന്നുള്ളത്. ഇവയിലുള്ള അമിതമായിരിക്കുന്ന ആസക്തിയെ ഒഴിവാക്കുക. ആസക്തി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സൊരിക്കലും ശാന്തമാവുകയില്ല. മനസ്സ് ആ വിഷയങ്ങളിലേക്ക് നിരന്തരമായിട്ട് പ്രവഹിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ പ്രവഹിക്കുന്ന മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഒരു ഉദാസീനനായിട്ട് എന്ന് പറഞ്ഞാൽ വന്നാലും വന്നില്ലെങ്കിലും കൊള്ളാം, ആഗതേ സ്വാഗതം കുര്യാത് ഗച്ഛന്തം ന നിവാരയേത് എന്ന് പറയും. വരുന്നതിന് 2 കൈയും നീട്ടി സ്വീകരിച്ചോളൂ. ദുഃഖമാവട്ടെ സുഖമാവട്ടെ, ദുഃഖ സുഖ സമ്മിശ്രമാവട്ടെ, ഇതിനെ എല്ലാം നമ്മൾ 2 കൈയും നീട്ടി അങ്ങോട്ട് സ്വീകരിക്കുക. സാധാരണ നമ്മുടെ ഒരു ടെൻഡൻസി, നമ്മളുടെ ഒരു പ്രവണത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ അടുത്തുള്ള ആൾക്കാർ മൂലമാണ് എനിക്ക് ഈ ദുർഗതിയോ സദ്ഗതിയോ വന്നത് എന്നാണ് നമ്മൾ സാധാരണ വിചാരിക്കുക. ഞാൻ ദുഃഖിക്കുന്നു, കാരണം എന്താ? നമ്മുടെ അയൽവക്കക്കാരാണ് കാരണം, എൻ്റെ മക്കളാണ് കാരണം, എൻ്റെ ഭർത്താവാണ് കാരണം, എൻ്റെ ഭാര്യയാണ് കാരണം, എൻ്റെ കുട്ടികളാണ് കാരണം, ഇങ്ങനെയെല്ലാം നമ്മൾ പറയും. അങ്ങനെയല്ല. വാസ്തവത്തിൽ നമ്മുടെ ഓരോ അനുഭവത്തിനും കാരണം നാം തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ പറയാം, അപരിഗ്രഹ, ഒന്നിനെയും മനസ്സിൽ വെക്കാതെ, മനസ്സിലെ ഈ ആത്മവിചാരം മാത്രം, മറ്റൊന്നിലേക്കും മനസ്സിനെ വിടാതെ, ആത്മസംസ്ഥം മനഃകൃത്വ നഖിഞ്ചിതപി ചിന്തയേത് എന്ന് പറയാൻ പോകുന്നുണ്ട്. എന്താണ് ധ്യാനം? ഈ 6-ാമത്തെ അധ്യായത്തിൽ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വാക്യമാണ് ആത്മസംസ്ഥം മനഃകൃത്വ. നമ്മൾ ഉപനിഷത്തിൽ നിന്നും മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും ആത്മാവിനെ കുറിച്ചുള്ള നേടിയിരിക്കുന്ന അറിവ്, അതിൽ മാത്രം മനസ്സിനെ ഉറപ്പിക്കുക. നഖിഞ്ചിതപി ചിന്തയേത്, വേറെ ഒന്നിനെക്കുറിച്ചും അഥവാ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റി വീണ്ടും ഇതിലേക്ക് തന്നെ കൊണ്ട്. യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത് എന്ന് ഇവിടെ തന്നെ പറയാൻ പോകുന്നുണ്ട്. കേൾക്കാം. ഇനി ഇവിടെ ഒരു ആസനം, നിങ്ങൾ നല്ലതുപോലെ ഒരു ഇരിപ്പിടം വെച്ച് അതിലിരുന്ന് ഇതിന് ചിന്തിക്കാൻ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ആസനം എന്ന്, എവിടെയാണ് ആസനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയാണ്, ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛ്രിതം നാതിനീചം ചൈലാജിനകുശോത്തരം. ചൈല അജിന കുശ ഉത്തരം. ശുചൗ ദേശേ, നല്ലതുപോലെ പരിശുദ്ധമായിരിക്കുന്ന ഒരു സ്ഥലത്ത്. ഈ പരിശുദ്ധമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നദീതീരം, പർവ്വതങ്ങള്, ഗുഹകള്, ഇതെല്ലാം നമുക്കെടുക്കാം. ശുചൗ ദേശേ, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ഒരു സ്ഥലം വേണ്ടതുപോലെ സജ്ജീകരിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ നല്ലതുപോലെ കുറച്ച് സാമ്പ്രാണിത്തിരിയും ഇതെല്ലാം കത്തിച്ച് പുകച്ച് നല്ല ഒരു അന്തരീക്ഷം നമ്മൾ അങ്ങോട്ട് സൃഷ്ടിക്കുക. എന്നിട്ട് ആ ദേശത്ത് ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരം ആത്മനഃ, തൻ്റെ ഈ ഇരിപ്പിടം സ്ഥിരം, ഇളകാതെ ഇരിക്കണം. ഇരിപ്പ് എന്നുള്ളത് വലിയ പ്രാധാന്യമാണ്. നമ്മളൊരു ആസനത്തിൽ ആസനസിദ്ധി എന്ന് യോഗശാസ്ത്രത്തിൽ പറയും. സിദ്ധി വരണമെങ്കിൽ എന്ത് വേണം? ആദ്യം നമ്മൾ ഈ ആസനങ്ങളെ തന്നെ 2ആയിട്ട് യോഗശാസ്ത്രത്തിൽ വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് കൾച്ചറൽ പോസ്ചർ, മെഡിറ്റേറ്റീവ് പോസ്ചർ എന്ന് പറയും. കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള വ്യായാമങ്ങളും ചെയ്യുന്നത് ശരീരത്തിൻ്റെ ലാഘവത്തിന് വേണ്ടി, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വഴക്കത്തിന് വേണ്ടി
നമ്മൾ ചെയ്യുന്ന പലതരത്തിലുള്ള ആസനങ്ങളെയാണ് കൾച്ചറൽ, നമ്മുടെ ശരീരത്തെ നല്ലതുപോലെ സംസ്കരിക്കാനുള്ള ആസനങ്ങൾ. ഇതെല്ലാം ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി വേണ്ടതുപോലെ പരിശീലിക്കണം. ഇതൊന്നും നമ്മൾ പുസ്തകം നോക്കി പഠിക്കാനല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഓരോ ശരീരപ്രകൃതിക്കും ആ ശരീരപ്രകൃതിക്ക് അനുയോജ്യമായിരിക്കുന്ന ആസന പ്രാണായാമാദികൾ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ശരീരത്തെ വേണ്ടതുപോലെ വഴക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആസനത്തിലെ യോഗശാസ്ത്ര പ്രകാരം 3 മണിക്കൂർ നമുക്ക് അനങ്ങാതെ ഇരിക്കാൻ സാധിക്കണം. മനസ്സിലായില്ലേ? 3 മണിക്കൂർ ഇപ്പം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ണു തുറക്കും 3 മണിക്കൂർ കഴിഞ്ഞിരിക്കണം. ആ നിലയിലെത്തണമെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവനും നമ്മൾ ഇതിലേക്ക് ഒഴിഞ്ഞു വെക്കണം. സാധാരണ പറയും 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകിട്ടും ഈ ഒരു സാധനാക്രമം നിങ്ങൾ പരിശീലിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ദുഃഖമേ ഉണ്ടാവില്ല എന്ന് എനിക്ക് പറയും. മനസ്സിലായില്ലേ? ഇതെല്ലാം ഗൃഹസ്ഥന്മാരെ പറ്റിക്കാനുള്ള വഴിയാണ്. മനസ്സിലായില്ലേ? ഇതൊന്നും 15 മിനിറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാം 15 മിനിറ്റ് അല്ലേ, അത് കുഴപ്പമില്ലല്ലോ. അങ്ങനെ 15 മിനിറ്റ് ഒന്നും പോരാ. നമ്മൾ വന്നിരിക്കുന്ന ഈ രോഗത്തെ ശുശ്രൂഷിച്ച് മാറ്റണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വേണ്ട ക്വാളിറ്റി നല്ല സമയം കൊടുക്കണം. മനസ്സിലായില്ലേ? നമുക്ക് തൃപ്തി വരണം. നമുക്കൊരു വിജ്ഞാന തൃപ്താത്മ എന്ന് പറഞ്ഞതിൻ്റെ മുമ്പ്. മനസ്സിലായില്ലേ? ജ്ഞാനം കൊണ്ടും വിജ്ഞാനം കൊണ്ടും തൃപ്തനായി ഇനി ഒന്നും വേണ്ട എനിക്ക് ജീവിതത്തിൽ. എന്താണ് എന്നെ വാസ്തവത്തിൽ തൃപ്തനാക്കുന്നത്? ആത്മജ്ഞാനം മാത്രം. അതല്ലാതെ വേറെ ഒന്നും തന്നെ നമുക്ക് ശാശ്വതമായിരിക്കുന്ന ഒരു ശാന്തിയും സമാധാനവും നൽകില്ല എന്ന് ഉത്തമ ബോധ്യം നമുക്ക് സ്വയം വരണം. മറ്റൊരാൾ പറഞ്ഞുകൊണ്ടല്ല, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ കൂടി എനിക്ക് പൂർണ്ണമായിട്ട് ഇത് വേദ്യമാകണം. എനിക്കത് അനുഭവിക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സ് വേറെ ഒന്നിലേക്കും പോകുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശാസ്ത്രത്തിലെ ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം എന്നുള്ള ഒരു ക്രമം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരെ നമ്മൾ സന്യാസത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ അപാകത നമ്മൾ വിചാരിക്കും വലിയ, പക്ഷെ അവിടെയും നമുക്ക് അനുഭവങ്ങളുടെ കുറവുണ്ട്. മനസ്സിലായില്ലേ? കുറേ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പക്വത വരും. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൊട്ടിഘോഷിക്കുന്നത് പോലെയുള്ള സ്വർഗമോ അല്ലെങ്കിൽ അമൃതോ ഒന്നുമല്ല. ഇത്രയേ ഉള്ളൂ എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുകയില്ല. ഇനി അങ്ങനെ വിഷയങ്ങളിലേക്ക് പോകണമെന്നുള്ളൊരു പ്രവണത നമുക്കുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ വിഷത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് ചുരുക്കം. അപ്പൊ ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാത്മന. ഇനി ഈ ആസനം പ്രതിഷ്ഠിക്കുമ്പോൾ എങ്ങനെ? നാത്വിച്ഛൃതം നാത്തി നീചം. വളരെ പൊക്കത്തിലോ വളരെ താഴെയോ വെക്കരുത്. പൊക്കത്തിലിരുന്ന് കഴിഞ്ഞാൽ വീഴുവോ നമ്മൾ വീണു പോകുമോ എന്നുള്ളൊരു സംശയം വരാം. ഇനി താഴെ വന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല കല്ലോ ഇതെല്ലാം നമ്മുടെ തലയിൽ വീഴുവോ എന്നുള്ളൊരു സംശയം വരാം. അതുകൊണ്ട് നല്ല സേഫായിട്ടുള്ള, വളരെ സുരക്ഷിതമായിട്ടുള്ള, ഇതിൻ്റെ നാത്യുച്ഛിതം നാദിനീചം എന്നുള്ളത് എങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന്, സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്ക് ഭയം ഒരിക്കലും വരില്ല. അങ്ങനെയുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ ആസനത്തെ നമ്മൾ പ്രതിഷ്ഠിക്കുക. നാതൃച്ഛിതം ചൈലാജിന കുശോത്തരം. ചൈലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തുണി, അജിനം എന്ന് പറഞ്ഞ മൃഗത്തിൻ്റെ തോല്, ഇനി കുശം എന്ന് പറഞ്ഞ ദർഭ. ആദ്യം ദർഭ, അതിനു മുകളിൽ അജിനം, അതിനു മുകളിലായിട്ട് ഒരു ആസനം. സ്വാമിജി, ഇതൊന്നും എനിക്ക് കിട്ടാനില്ലല്ലോ, എനിക്ക് ധ്യാനിക്കാൻ പറ്റുമോ?
ഇനി ഏതെങ്കിലും ഒരു മൃഗത്തെ വധിച്ച്, മാനിനെ വധിച്ചിട്ട് അതിൻ്റെ തോലെടുത്ത് എന്തിനാണ് എനിക്ക് ധ്യാനിക്കണം, മനസ്സിലായില്ലേ, ധ്യാനിക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് സുലഭമായിട്ട് കുഷനൊക്കെ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ശങ്കരാചാര്യരും ഇതിൽ ഭഗവത്ഗീത ഒക്കെ എഴുതിയിരിക്കുന്നത് 5000 വർഷത്തിന് മുൻപ്. ആ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു. നല്ലൊരു, അതായത് തറയിലിരിക്കരുത്. തറയും നമ്മുടെ ദേഹവും തമ്മിൽ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഒരു നമ്മൾ ധ്യാനിക്കുന്ന അവസരത്തിൽ പലതരത്തിലുള്ള എന്താ പറയുക, ശരീരത്തിൽ ഒരു വൈദ്യുത പ്രവാഹം നടക്കുന്നില്ല. അതൊന്നും അങ്ങനെ വേസ്റ്റായി പോവാതിരിക്കാനായിട്ടാണ് ഈ ഒരു ആസനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നാതൃച്ഛിതം നാദിനി ചൈലാജിന കുശോത്തരം. ഓക്കെ, തത്രൈകാഗ്രം. ഇനി അവിടെ ഇരുന്നിട്ട്, ആസനത്തിലിരുന്ന് ആദ്യം നമ്മൾ ആസനത്തെ വേണ്ടതുപോലെ പ്രതിഷ്ഠിച്ചു. ആ ആസനത്തിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് എന്ത് വേണം? തത്രൈകാഗ്രം മനഃകൃത്വ യതചിത്തേന്ദ്രിയക്രിയ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗം ആത്മവിശുദ്ധയേ. ആത്മവിശുദ്ധയെ, അന്തഃകരണത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് യോഗം യുഞ്ജാത്, നമ്മൾ ധ്യാനം വേണ്ടതുപോലെ അഭ്യസിക്കണം എന്ന് ഇവിടെ ഉപദേശിക്കാം. അപ്പോൾ ധ്യാനത്തിനായിട്ട് നമ്മൾ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ധ്യാനിക്കുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിൽ ഒരു ധാരണ നമുക്ക് വേണം. ഇന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഇനി ഈ ജീവിത ലക്ഷ്യം ഭൗതികമാവട്ടെ അല്ലെങ്കിൽ ആത്മീയമാകട്ടെ, മനസ്സിലായി? എന്ത് വാസ്തവത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ആത്മീയ ലക്ഷ്യം, മനസ്സിലായില്ല? ഭഗവത്ഗീതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കി ഇതിൽ ഒരു തരത്തിലും ശാശ്വതമായിട്ടുള്ള ശാന്തിയോ സുഖമോ ഇല്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ട് ശാശ്വതമായിരിക്കുന്ന സുഖത്തെ അന്വേഷിച്ച് പോകുന്ന ഒരു സാധകനാണ്. ആ ശാശ്വതമായിട്ടുള്ള സുഖം നമുക്ക് കാണാനോ കേൾക്കാനോ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാനോ സാധിക്കില്ല. അതെന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വസ്തുവല്ല, അത് പുറമേ കാണുന്നതല്ല, മറിച്ച് എല്ലാത്തിനെയും കാണിച്ചു തരുന്ന ആ ചൈതന്യമാണ് എന്ന് ബോധ്യപ്പെട്ട്, ആ ചൈതന്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനിച്ചിട്ടില്ല, വളർന്നിട്ടില്ല, അതിന് ഒരു വിധത്തിലുള്ള മാറ്റവുമില്ല, സദാസമയം ഒരേ രീതിയിൽ ഇരിക്കുന്നതാണ്. ആ ചൈതന്യമാണ് ശാശ്വതമായിട്ടുള്ളത് എന്ന് മനസ്സിൽ ഉറച്ച്, അതിനെ ആത്മാവെന്ന് പറയുന്നു. അതിനെ പല പേരുകളിലെ ശാസ്ത്രങ്ങളിൽ പറയുന്നു. പക്ഷെ ആ പൊരുൾ ഞാനാണ്, മനസ്സിലായില്ലേ? ആ ഞാനാകുന്ന പൊരുൾ അത് ദേഹമാകുന്ന ഈ പരിച്ഛിന്നമാകുന്ന ഈ ഒരു സ്വരൂപത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് ആ പൊരുളിലാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഉണ്ടായി നിലനിന്ന് ലയിച്ചു പോകുന്നത്. ഉപനിഷത്തിൽ പറയും, മയ്യേവ സകലം ജാതം മയി സർവം ലയം, മയി സർവം പ്രതിഷ്ഠിതം, മയി സർവം ലയം യാതി തത് ബ്രഹ്മാദ്വയമസ്മ്യഹം. ആ അദ്വയമായിരിക്കുന്ന ബ്രഹ്മവസ്തുവാണ് ഞാൻ. പിന്നെ ഈ ശരീരത്തിലുള്ള മരണം ജനനം എന്നുള്ളതെല്ലാം വെറും ഈ ശരീരത്തിന് മാത്രമാണ്, എനിക്കല്ല എന്ന് ഉറപ്പിച്ച് ഇതാണ് ഇവിടെ പറയുന്നത്. തത്രൈകാഗ്രം മനഃകൃത്വ, അതിൽ മാത്രം ഏകാഗ്രമാക്കുക മനസ്സിനെ. യതചിത്തേന്ദ്രിയക്രിയ, ചിത്തത്തെ, മനസ്സ് പല വിഷയങ്ങളിലേക്കും ഓടിക്കൊണ്ടിരിക്കുന്നു, പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പാഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ കടിഞ്ഞാണിട്ട് ഈ വിഷയത്തിൽ മാത്രം ഏകാഗ്രമാക്കുക. ഇതൊരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടില്ല, മനസ്സിലായില്ലേ? 2 ദിവസം കൊണ്ടും കിട്ടില്ല. എത്ര കാലം നമ്മുടെ
മൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നുണ്ടോ അത്ര കാലം ഇത് അഭ്യസിക്കണം. ആൾക്കാർ ചോദിക്കും, ഭഗവത്ഗീത കേട്ടാൽ നമുക്ക് മോക്ഷം വരുമോ എന്നുള്ളത്. ഇത് കേട്ടാൽ മാത്രം പോരാ, ഇത് ഞാനാണ് എന്നുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരു നിശ്ചയം നമുക്ക് വേണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തത്ര യഥചിത്തേന്ദ്രിയ ക്രിയ, പലതരത്തിലുള്ള ക്രിയകൾ. മനസ്സിൽ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് നേടാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടും. ഇതൊന്നുമില്ലാതെ മനസ്സിനെ ഏകാഗ്രമാക്കുക എന്ന് ചുരുക്കം. ഉപവിശ്യ എന്ന് പറഞ്ഞാൽ ഇരിക്കുക, ഇരുന്നിട്ട് ആസനത്തിൽ ഇരുന്നിട്ട് യുഞ്ച്യ ധ്യാനം കുറിയ, ഈ ധ്യാനത്തെ വേണ്ടതുപോലെ ചെയ്താലും. ഈ ധ്യാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കുന്നത് വരെ നമുക്ക് ഇരുന്ന് കണ്ണടച്ച് ആ ധ്യാന ആ പൊസിഷൻ, ശരീരസ്ഥിതി നമുക്ക് എടുക്കാം. മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ നോക്കാം. മനസ്സിൽ വരുന്ന ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് നോക്കാം. ഈ ആത്മവിചാരം മനസ്സിൽ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കാം. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയ. നമുക്ക് പിന്നെ വ്യക്തിപരമായിട്ടൊന്നും ചെയ്യാനായിട്ട് ഇല്ല എന്നുള്ളത്. അപ്പോൾ ദിവസവും ഒരാസനത്തിലിരുന്ന് വേണ്ടതുപോലെ ധ്യാനം അഭ്യസിക്കുക. നിരന്തരമായിട്ട് അഭ്യസിക്കുമ്പോൾ ആ അഭ്യാസം തന്നെ നമ്മെ മറ്റുള്ള തലങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നത്. ഉപവിശ്യാസനയിഞ്ച യോഗം ആത്മവിശുദ്ധ. എന്തിനാണ് ഈ അഭ്യാസം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത്, മനസ്സിൻ്റെ അന്തഃകരണ ശുദ്ധി എന്ന് പറഞ്ഞാൽ, അന്തഃകരണത്തിൻ്റെ അശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? കാമക്രോധാദികളായിരിക്കുന്ന വികാരങ്ങൾ. ഈ വികാരങ്ങൾ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഈ ധ്യാനാവസ്ഥയിൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഈ ചിന്തകളല്ല, ഞാൻ ചിന്തകളിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ചിന്തകളെ നിരീക്ഷിക്കുന്ന ആ ദ്രഷ്ടാവാണ് ഞാൻ എന്ന് നിരന്തരം മനസ്സിൽ ഇങ്ങനെ ഓർക്കുക. അങ്ങനെ ഓർത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലൊരു ഒരു രസവും ഒരു തൃപ്തിയുമെല്ലാം ഉണ്ടാവും. ആ രസത്തെ ആസ്വദിക്കരുതെന്ന് പറയുന്നത്. ആസ്വാദയേ രഥം തത്ര നിസ്സംഗപ്രജ്ഞയാ, വേറെ ടെക്സ്റ്റിൽ പറയും, കാരികയിൽ പറയും. അങ്ങനെ ആ ധ്യാനത്തിലിരിക്കുക. എന്തനുഭവം വന്നാലും നമുക്ക് അതിനോട് യാതൊരു വിധത്തിലുള്ള ഒരു മമതയുമില്ലാതെ ഞാനാണ് ആ സത്യം, ആ സത്യത്തിൽ നിന്നാണ് ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ ആ ഒരു ഇരിപ്പിൽ അങ്ങോട്ട് ഇരിക്കുക. അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ കേട്ടതായിട്ടുള്ള വേദാന്ത സാരം നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാവുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. മനസ്സിലായി? അതൊരു അനുഭവം. മനസ്സിലായി? ഇത് ഞാൻ തന്നെയാണ്. ഇതുവരെ ബ്രഹ്മം സത്യം എന്ന് പറഞ്ഞു, ഇപ്പൊ ഞാൻ പറയാം അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് നമുക്ക് ഞാൻ തന്നെയാണ് ആ സത്യം എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് ബോധ്യപ്പെടും, അനുഭവവേദ്യമാവും. ഇത് നമ്മൾ ആരോടും പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഞാൻ സത്യമാണ് കേട്ടോ, ഇനി നിങ്ങളൊക്കെ ഒന്ന് കുറച്ച് സൂക്ഷിച്ച് വേണം എന്നോട് പെരുമാറാൻ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഇതെല്ലാം രഹസ്യമാണ്. ഇതാണ് രഹസ്യം. ഈ ആധ്യാത്മശാസ്ത്രത്തെ മറ്റൊന്ന് രഹസ്യശാസ്ത്രം എന്ന് പറയും. നമുക്ക് വേണ്ടി മാത്രം. മനസ്സിലായി? വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നു. ദിവസവും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിലുള്ള ഈ കോളിളക്കങ്ങൾ ഒന്നും തന്നെ നമ്മെ അല്പം പോലും ബാധിക്കുകയില്ല. സുഖമായിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കും. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. വിചാരിച്ച കുറേ കൂടി പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി അടുത്തൊരു പ്രഭാഷകൻ കൂടിയുണ്ട്. അപ്പം ഞാൻ ഇത് വേണ്ടതുപോലെ, ഇത് കേട്ടതുകൊണ്ട് കാര്യമില്ല, നമ്മൾ വേണ്ടതുപോലെ ഒരു നിഷ്ഠയോടുകൂടി നമുക്ക്
ഏതെങ്കിലും ഒരു മന്ത്രമെടുത്ത് നിരന്തരം ജപിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടും. അങ്ങനെ പ്രയോജനപ്പെടാനായിട്ട് നമ്മുടെ ഗുരു പരമ്പരയുടെ എല്ലാം അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് അത് പരിശീലിക്കാനുള്ളൊരു പ്രവണത എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.